നമ്മൾ ഇന്ന് നോക്കുന്നത് ആംബിയർ ആണ്. ഇന്നത്തെ ക്ലാസ് ആംബിയറിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ഇതൊരു അനലോഗ് ആംബിയർ മീറ്റർ ആണ്. ഡിജിറ്റൽ ആംബിയർ മീറ്ററും അനലോഗ് ആംബിയർ മീറ്ററും ഉണ്ട്. അനലോഗ് ഇങ്ങനെ ഇരിക്കും. അനലോഗ് ആണ് കുറെ കാലം വീട് നിൽക്കുന്നത്. ഡിജിറ്റൽ പെട്ടെന്ന് പോകുന്നതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഓക്കെ, വലിയ വില വ്യത്യാസമൊന്നുമില്ല. 350 റുപ്പീസിനൊക്കെ ഒരു ഇത് 20 ആംബിയറിന്റെ ആണ്. ഒരു 350 400 റുപ്പീസിനൊക്കെ ഈ ഒരു ആംബിയർ മീറ്റർ കിട്ടും. ഓക്കെ, നമ്മൾ നോർമലി നമ്മുടെ ബാറ്ററിയുടെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഒരു ബാറ്ററി ചാർജ് ഉണ്ടോ കയറുന്ന പറയുന്നത്? നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ചെയ്യേണ്ട ഉയരം കൊടുത്തിട്ട് മൾട്ടിമീറ്റർ ഇങ്ങനെ വെച്ച് നോക്കും. ഇങ്ങനെ വോൾട്ടേജ് മൾട്ടിമീറ്ററിൽ കയറി വരുന്നുണ്ടോ നോക്കാം. നമ്മൾ അങ്ങനെയാണ് ഒരു ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്ന് അറിയുന്നത്. ഡിസ്ചാർജ് ചെയ്തൊരു ബൾബ് കത്തിച്ചിരിക്കും അല്ലേ? ഓക്കെ, അതിന്റെ ശരിയായ രീതി, ഒരു ബാറ്ററി ചാർജ് ആവുന്ന ശരിയായ രീതി, ആ ബാറ്ററി ആംബിയർ എടുക്കുന്നു എന്ന് ആദ്യം നോക്കുക എന്നുള്ളതാണ്. വോൾട്ടേജ് നോക്കരുതെന്നല്ല അതിന്റെ മീനിങ്. ചാർജിങ്ങിൽ ആംബിയർ എടുക്കും. ചാർജിങ്ങിൽ ആംബിയർ ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ, എത്ര ഹെൽത്തിൽ ചാർജ് ആവുന്നു നോക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഡിജിറ്റൽ ആണെങ്കിലും അനലോഗ് ആണെങ്കിലും നമ്മളെല്ലാം ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നറിയാവോ? ഇപ്പൊ ഇതിന് ഒരു 2 നോബ് ഉണ്ട്. ഇതൊരു പോസിറ്റീവും നെഗറ്റീവും എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ഇപ്പം ബാറ്ററി എടുത്താലും പല കമ്പോണൻസ് എടുത്താലും അതിന് പോസിറ്റീവും നെഗറ്റീവും നോബ് എന്നല്ല എല്ലാവരുടെയും, ടെക്നീഷ്യന്മാരുടെ എല്ലാം പറയുന്ന അല്ലാത്ത ആളുകളുടെ വിചാരം. എല്ലാവരും പുതിയൊരു ആംബിയർ മീറ്റർ വാങ്ങും. ഡിജിറ്റൽ ആണെങ്കിൽ അനലോഗ് ആണെങ്കിലും ഒന്ന് ഒരു പോസിറ്റീവിലേക്കും ഒരു നെഗറ്റീവ് ഇതിലേക്കും അങ്ങ് കൊടുക്കും. അപ്പം തന്നെ എന്ത് ചെയ്യും, ഈ ആംബിയർ മീറ്ററിന് പോയി കിട്ടും. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്ററിൽ ആംബിയർ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മൾട്ടിമീറ്റർ ഞാൻ പ്രിഫർ ചെയ്യാത്തതിന്റെ കാരണം ഈ വയർ, മൾട്ടിമീറ്ററിന്റെ ഈ വയർ വളരെ കനം കുറഞ്ഞൊരു വയറാണ്. ഇതിൽ കൂടെ ഈ 10 സാധാരണ മൾട്ടിമീറ്ററിലൊക്കെ 10 ആംബിയറിലും ടെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ ഈ ചെറിയ വയറിൽ കൂടെ അത്രയും ആംബിയർ കടന്നു പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ തന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൾട്ടിമീറ്ററിന്റെ അകത്തുനിന്നൊക്കെ ഊരി അതിനകത്തുനിന്ന് വയറൊക്കെ കുറച്ച് കട്ടിയുള്ളത് കൊടുത്തൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അതിന് പോകേണ്ട ചെറിയൊരു ഒരു ആംബിയർ മീറ്റർ നിങ്ങൾ വാങ്ങുക. ഓക്കെ, ഇനി ആംബിയർ മീറ്ററിൽ എങ്ങനെ കൊടുക്കണം? ആംബിയർ മീറ്ററിൽ എങ്ങനെ കൊടുക്കണം ഞാൻ ഒരു പടം വരച്ച് കാണിച്ചുതരാം ആദ്യം. ഓക്കെ, അപ്പൊ ഒരു എന്ത് പറയുന്നത്, ഒരു ബൾബ്. ഓക്കെ, ഇതാണ് ലോഡ് കേട്ടോ. ഇതാണ് ബൾബിന്റെ ലോഡ്. ഓക്കെ, നമ്മൾ താഴെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് AC പോകുന്നു. ഇതിൽ നിന്ന് 2 വയർ എന്ത് ചെയ്യുന്നു, ഒന്ന് പോസിറ്റീവിലേക്കും ഒന്ന് നെഗറ്റീവ്, അല്ലെങ്കിൽ 2 ലെഗിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, മൾട്ടിമീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ, നമ്മുടെ ചാർജർ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഈ ലൈറ്റ് പ്രകാശിക്കും. ഓക്കെ, ഇതിൽ എങ്ങനെ ഒരു ആംബിയർ മീറ്റർ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആംബിയർ മീറ്ററിന്റെ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും വിചാരിക്കുക വയർ പോയേക്കുന്നത്. അപ്പോൾ ഒരു ആംബിയർ മീറ്റർ നിങ്ങൾ ഇവിടെ വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വെച്ചേക്കുന്ന ഒരു ആംബിയർ മീറ്റർ വെക്കുവാണ്. ഇതാണ് അതിന്റെ നിങ്ങൾ അതിന്റെ പുറകിൽ കണ്ട് 2 ലെഗുകൾ. ഓക്കെ, ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ, ആംബിയർ മീറ്റർ എങ്ങനെ ഒരു സപ്ലൈയിൽ കണക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, പവർ സോഴ്സിൽ നിന്ന് ബാറ്ററി ആവാം, അഡാപ്റ്റർ ആവാം, അതിൽ നിന്ന് ലൈറ്റിലേക്ക് പോകുന്നൊരു ലൈൻ ഉണ്ടല്ലോ, അതിലെ പോസിറ്റീവ് ലൈനിനെ ബ്രേക്ക് ചെയ്യണം. അതിന്റെ പോസിറ്റീവ് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് ആംബിയർ മീറ്ററിന്റെ ഇതിലേക്ക് കയറി ആംബിയർ മീറ്ററിനുള്ളിലൂടെ എന്ത് ചെയ്യണം, തിരിച്ച് ലോഡിലേക്ക് പോകണം. ക്ലിയർ ആയോ? ആ പവർ സോഴ്സിൽ നിന്ന് ബാറ്ററി ആവാം, അഡാപ്റ്റർ ആവാം, അതിൽ നിന്ന് പോസിറ്റീവ് ലൈന് ആംബിയർ മീറ്ററിന്റെ ഉള്ളിലേക്ക് കയറി അതിനകത്തൂടെ ലോഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ലോഡ് എത്ര ആംബിയർ കൺസ്യൂം ചെയ്യുന്ന ഇവിടെ കാണിക്കും. ക്ലിയർ അല്ല? അപ്പൊ ഇനി എപ്പോഴും ചെയ്യാൻ സമയത്ത് ഒരു ആംബിയർ മീറ്റർ വന്ന ഉടനെ അതിന് 2 നോബ് ഉണ്ടെങ്കിൽ 2 പോസിറ്റീവും നെഗറ്റീവും പിടിച്ച് കൊടുക്കരുത്. അതിനകത്തോടെ നിന്നും പോസിറ്റീവ് ഇറങ്ങി പോസിറ്റീവായിട്ട് തന്നെ പുറത്ത് ലോഡിലേക്ക് പോകണം. ഇത് എന്താണ്, അനലോഗ് ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും സെയിം പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങളെ ഇരിക്കുന്ന മീറ്ററുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കണക്ഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതാണ് പ്രത്യേകിച്ച് സംശയത്തിന്റെ ആവശ്യമില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഒന്ന് അഭിപ്രായം എടുത്ത ശേഷം നിങ്ങൾ ലോഡിൽ കണക്ട് ചെയ്യുക. ക്ലിയർ അല്ല? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് ഇനി ഇത് പ്രാക്ടിക്കലി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കലി ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിരിക്കുന്ന ഏതെങ്കിലും അഡാപ്റ്ററും ആംബിയർ മീറ്ററും ഒരു ലൈറ്റും വെച്ചിട്ട് ഈ സർക്യൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കത്തിച്ച് നോക്കി ഇതിനെ ഒന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ?
ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോവാണ് കേട്ടോ. സാധാരണ എന്താണ് ഒരു ചാർജറും ഒരു അഡാപ്റ്ററും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഓക്കെ, ഒരു 3 ആംബിയറിന്റെ ഒരു 12 വോൾട്ട് നോക്കാം. ഒരു 12 വോൾട്ട് 3 ആംബിയറിന്റെ ഒരു ചാർജറും 12 വോൾട്ട് 3 ആംബിയറിന്റെ ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? ചാർജർ എത്രയാണോ അതിൻ്റെ ആംബിയർ, ആ ആംബിയറിന് മുകളിൽ വിട്ട് കൊടുക്കില്ല. ആ ആംബിയർ എത്ര ആംബിയർ നമ്മുടെ അടുത്ത് അതിൽ കൊടുത്തിരിക്കുന്ന ലോഡ് ചോദിച്ചാലും 3 ആംബിയറിന് മുകളിൽ കൊടുക്കില്ല. ഒരു പരിധി കഴിഞ്ഞാൽ കട്ട് ചെയ്യും. പക്ഷെ ഒരു നിശ്ചിത ആംബിയർ വരെ എന്ത് ചെയ്യും? എത്ര ചോദിച്ചു കഴിഞ്ഞാലും 3 ആംബിയർ ഒരേ 3 ആംബിയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതിന് മുകളിൽ കൊടുക്കില്ല. പക്ഷെ ഒരു അഡാപ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്ററിന് പറ്റുന്ന അത്ര ആംബിയർ 3 ആംബിയറിന്റെ അഡാപ്റ്റർ ആയിരിക്കും. എന്നാൽ അതിന്റെ ട്രാൻസ്ഫോമറിനെ അല്ലെങ്കിൽ അതിന്റെ കോറിനെ ചൂടാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? മാക്സിമം ആംബിയർ കൊടുത്ത് ആംബിയർ അങ്ങ് കത്തിപ്പോവോ അല്ലെങ്കിൽ ഡെഡ് ആവുകയോ ചെയ്യും. ചില ക്വാളിറ്റി കൂടിയ അഡാപ്റ്ററുകൾ എന്ത് ചെയ്യും? ഇതില് സർക്യൂട്ടിനകത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കപ്പാസിറ്റി 3 ആംബിയർ ആണ്, അതിന് മുകളിൽ വന്നാൽ അങ്ങ് കട്ടാക്കണം. അതാണ് നിങ്ങൾ ചില അഡാപ്റ്ററുകൾ എടുത്തിട്ട് ഏതെങ്കിലും ലോഡ് കൊടുക്കുമ്പോൾ ഓണായി ഓഫായി നിൽക്കുന്നത്. എന്ത് ചെയ്യും? അത് ഓഫാവും ഓഫാവും. അതിന്റെ സർക്യൂട്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോക്കൽ അഡാപ്റ്ററുകളാണെങ്കിൽ ചാർജ് കൊടുത്ത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതങ്ങ് കംപ്ലൈന്റ് ആവുകയും ചെയ്യും. ഇതിൽ കൊടുക്കുന്ന ബാറ്ററിയും ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ബാറ്ററിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ എല്ലാവരും ഈ ആംബിയർ മീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതെങ്ങനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയാം.